മതത്തിന്റെ പേരിൽ സുഡാപ്പികൾക്ക് ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൂടാ? കാസ പങ്കുവച്ച പോസ്റ്റിൽ ഉയർത്തിയ ചോദ്യമാണിത്. ഒന്നിരുത്തി ചിന്തിച്ചാൽ ശരിയല്ലേ? മുക്കിലും മൂലയിലും എന്തിനധികം കൂടെ പറയുന്നു, ബോർഡിൽ പോലും ഹലാൽ എന്ന് എഴുതി വെച്ചുകൊണ്ട് വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മുതൽ തുണിത്തരങ്ങൾ വരെ ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു. ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന് മുറവിളി കൂട്ടി രംഗത്ത് വന്ന ജമായത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ മൂട്ടിൽ തീപിടിച്ച അവസ്ഥയിൽ ഓടുകയാണ്. സുഡിയോയുടെ മുന്നിൽ നടത്തിയ സമര കോപ്രായങ്ങൾക്ക് ബദലായി നൽകിയ ഫ്രീ പ്രൊമോഷനിലൂടെ തന്നെ സുഡിയോയുടെ നിലവാരം തന്നെ ഉയർന്നു. കഴിഞ്ഞ ദിവസത്തെ പെരുന്നാൾ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ അടക്കമായിരുന്നു സ്റ്റുഡിയോയിലെത്തി വസ്ത്രങ്ങൾ വാങ്ങി ആഘോഷം നടത്തിയത്. ഇതിലൂടെ ടാറ്റയെ അടിച്ചു താഴ്ത്താമെന്ന വ്യാമോഹം വെള്ളത്തിലായി എന്ന് വേണം പറയാൻ. ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി 2 ദിവസം മുൻപാണ് ജമായത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ SIO കോഴിക്കോട് നിന്ന് ടാറ്റയുടെ വസ്ത്ര വ്യാപാര ശൃംഖലയിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ, ടാറ്റ, സുഡിയോ എന്നിവിടങ്ങളിലേക്കുള്ള ഈ ബ്രാൻഡുകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്നതായിരുന്നു ഇവരുടെ ആഹ്വാനം. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തിനെതിരെ സോഷ്യൽ മീഡിയയും ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇത് ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ തന്നെ എപ്പോഴും തിരക്ക് തന്നെയാണ് അവിടെ. ഇതിനു പിന്നാലെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും സ്റ്റുഡിയോ നൽകുന്നുണ്ട്. എവിടെയോ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇതെല്ലാം ബഹിഷ്കരിക്കണമോ എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അതോടൊപ്പമാണ് ഖാസിം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ സുഡാപ്പികൾക്ക് ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് മതത്തിന്റെ പേരിലും ഹലാൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൂടാ? ടാറ്റയുടെ ഒരു ഉൽപ്പന്നവും നമുക്കോ രാജ്യത്തിനോ ദോഷകരമല്ല, മറിച്ച് ഹലാലോ? നാം തീരുമാനമെടുക്കണം. അതെ, കാസ പറയുന്നത് പോലെ തന്നെ ജനങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുഡിയോയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും എല്ലാം തന്നെ ഉയർന്നു കേൾക്കുകയാണ്. അതിലെ ചില പോസ്റ്റ് കൂടെ ഒന്ന് വായിക്കാം. ചില ക്യാപ്ഷനുകൾ ഹൃദയം കീഴടക്കും, ചില സംരംഭങ്ങൾ ജനങ്ങളെ കീഴടക്കും, ചില മനുഷ്യർ ലോകം കീഴടക്കും, ആരും അറിയാതെ. എന്നാൽ ലോകവിപണിയിൽ തിളങ്ങിയ ഈ സ്റ്റുഡിയോ ടാറ്റ ബ്രാൻഡിനെ പരസ്യപ്പെടുത്തിയവർക്ക് ടാറ്റയുടെ പേരിൽ നന്ദി. ടാറ്റയുടെ സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇക്കാര്യം കൂടി ഒന്നറിഞ്ഞിരിക്കണം. ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ. ടാറ്റയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സാധാരണക്കാരന് ടാറ്റയെക്കുറിച്ച് അറിയാവുന്നത് ബസ്സും കാറുമാണ്. ടാറ്റയെക്കുറിച്ചുള്ള ഏകദേശം ഒരു അറിവ്. അതിലൊരു ഉപരിയായിട്ട് ഇന്ത്യയുടെ പുരോഗതിക്ക് എത്രമാത്രം പങ്കുവഹിച്ച മറ്റൊരു കമ്പനി ചരിത്രത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു വാസ്തവം. കൈക്കൂലിയും അവിഹിത രാഷ്ട്രീയ ഇടപാടുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കില്ല എന്നത് ഒരു അടിസ്ഥാന കമ്പനി പോളിസിയായി കൊണ്ടു നടക്കുന്നതിനാൽ തന്നെ ടാറ്റ ഗ്രൂപ്പ് രാഷ്ട്രീയക്കാർക്കും മീഡിയക്കാർക്കും അത്ര പ്രിയപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ അവർ വേട്ടയാടപ്പെടും. ടാറ്റ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഉപ്പ് മുതൽ വിമാനം വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ടാറ്റയാണ്. ഇന്ത്യയുടെ അഭിമാനവും. ഇന്ത്യൻ സമ്പദ് ഘടനയുടെ നട്ടെല്ലായി പതിറ്റാണ്ടുകളായി ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റതാണ്. സമ്പദ് വ്യവസ്ഥയിൽ ഒരു മൊട്ടുസൂചി മുതൽ വിമാനം വരെയുണ്ട്. അത് നൽകിക്കൊണ്ട് ഈ നാടിന്റെ കെട്ടുറപ്പ് ബലപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ടാറ്റ. ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമാം വണ്ണം സ്റ്റുഡിയോയെ നെഞ്ചിലേറ്റി. ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ തന്നെ എപ്പോഴും തിരക്കാണ് ആ സ്ഥലത്ത്. സത്യത്തിൽ എന്തിന്റെ പേരിലാണ് സ്റ്റുഡിയോയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? ഏതു വിലയ്ക്കും സാധാരണ ജനങ്ങൾക്ക് സാധനം ലഭ്യമാക്കി ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കൊടുത്ത് ഇന്ത്യയുടെ ജീവിതം ഭദ്രമാക്കി എന്നതാണോ അവർ ചെയ്ത ഒരു കുറ്റം? മതസ്നേഹം മതിഭ്രമമായി മാറി സ്വന്തം നാടിന്റെ അസ്ഥിവാരം തോണ്ടാൻ ശ്രമിക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുകയും അവരെ യഥാവിധം പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും കടമ തന്നെയാണ്. അതിനാൽ എൻ്റെ നാടിന്റെ ജീവനാഡിയായ ടാറ്റയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നതാണ് ഈ പോസ്റ്റ് പങ്കുവെച്ചവരിൽ ടാറ്റയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരൊക്കെ തന്നെ പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.